local self-government for poverty alleviation and that reduce social inequality and their features. അല്ലേ, അതായത് പോവർട്ടി എലിവേഷനും സോഷ്യൽ ഇൻഇക്വാളിറ്റിയും റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിക്കൊണ്ട് വരുന്നിരിക്കുന്ന കുറച്ച് പ്രൊജക്റ്റും അതിൻ്റെ ഗുണങ്ങൾ ആർക്കൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാവുന്നത്. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തരാം. ഇപ്പം നോക്കൂ, ലൈഫ് മിഷൻ അല്ലേ, ലൈഫ് മിഷൻ എന്നുള്ളൊരു പ്രൊജക്റ്റ് അത് ആർക്കൊക്കെയാണ് ലഭ്യമാകുന്നത്, അതായത് ബെനഫിഷ്യറീസ് ഉണ്ട് അല്ലേ. ഈ ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ അത് ആർക്കൊക്കെയാണ് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതായത് ഓൾ ദ ലാൻഡ്ലെസ് ഹോംലെസ് പീപ്പിൾ വിൽ ഹോം ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദോസ് ഹൂ എക്സിസ്റ്റിംഗ് ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ്. എങ്ങനെയുള്ളവർക്കാണ് ലൈഫ് മിഷൻ പ്രകാരം ഇത് കൊടുക്കുന്നത്? അതായത് ഓൾ ദ ലാൻഡ്ലെസ് ഹോംലെസ് പീപ്പിൾ, എല്ലാ വീടോ സ്ഥലമോ ഇല്ലാത്ത ജനങ്ങൾക്കും, അതുകൂടാതെ ഹോം ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ്, പകുതി പണിതിട്ട് നിർത്തിവെച്ചിരിക്കുന്ന വീടുകളുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും ദോസ് ഹൂ എക്സിസ്റ്റിംഗ് ഹൗസ് ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ്, ആർക്കാണോ ഇവർ താമസിക്കുന്ന വീട് ഇപ്പോൾ താമസയോഗ്യമല്ലാത്തത് അല്ലേ, പഴകിയ വീടറ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ ഈ ലൈഫ് മിഷൻ പ്രൊജക്റ്റ് പ്രകാരം ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം? ഈ ലൈഫ് മിഷൻ പ്രൊജക്റ്റിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് സേഫ് ആൻഡ് ഡീസൻറ്റ് ഹൗസിംഗ് സിസ്റ്റം, നല്ലൊരു ഹൗസിംഗ് സിസ്റ്റം എല്ലാ ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അടുത്തത് കൈവല്യ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കർ, അതായത് അംഗവൈകല്യമൊക്കെ ഉള്ള ആളുകൾക്ക് ജോബ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ അവർക്ക് വേണ്ട ഒരു പ്രൊജക്റ്റാണ് കൈവല്യ. ഫീച്ചർ ഇക്വിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ, അതായത് മറ്റുള്ള ആളുകളുടെ ഒപ്പം തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ സോഷ്യൽ ഇൻക്ലൂഷൻ പറഞ്ഞാൽ സോഷ്യൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യുക, അവരെ ഇൻക്ലൂഡഡ് ആക്കുക, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റാണ് കൈവല്യ. അടുത്ത പ്രതിഭാധീരം എന്ന് പറഞ്ഞു വെച്ചാൽ ചിൽഡ്രൻ ഹൈലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ, അതായത് എന്താ പറയുക, കടൽ പ്രതിഭാധീരം എന്നുള്ളത് ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ ഫോർ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോർ ദ എഡ്യൂക്കേഷൻ അഡ്വാൻസ്മെൻറ്റ്, നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് എവിടെയുള്ള ആളുകൾക്കാണ് അത് ഗുണം എന്ന് പറയുന്നത്? കോസ്റ്റൽ റീജിയനിൽ താമസിക്കുന്ന, കടൽ തീരത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പ്രൊജക്റ്റാണ് ഇതെന്ന് പറഞ്ഞത് പ്രതിഭാധീരം എന്നുള്ളത്. അടുത്ത ജനനി ജന്മരക്ഷ എന്നുള്ളത് പ്രഗ്നന്റ് വുമൺ ആൻഡ് മദർ ഫ്രം ട്രൈബൽ ഗ്രൂപ്പിലെ സ്ത്രീകളെയും, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെയും അതുപോലെ അമ്മമാരെയും ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കും ഗുണം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ജനനി ജന്മരക്ഷ എന്നുള്ളത്. എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രൊവൈഡ് ന്യൂട്രീഷൻ, അല്ല പ്രഗ്നന്റ് വുമണും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ എന്താ ചെയ്യുക, ന്യൂട്രീഷ്യൻസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പ്രൊജക്റ്റിന്റെ പേരാണ് ജനനി ജന്മരക്ഷ എന്നുള്ളത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഒരു വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്കീം എൻഷുർ അൺസ്കിൽഡ് ഫിസിക്കൽ എംപ്ലോയ്മെന്റ് ഫോർ നോട്ട് ലെസ് 100 days ഓഫ് ഫിനാൻഷ്യൽ ഇയർ ടു എനി ഫാമിലി റിസൈഡിങ് റൂറൽ ഏരിയയിലുള്ള ഒരു ഫാമിലി മെമ്പറിന് 100 ദിവസം കുറയാതെയുള്ള തൊഴിൽ ദാനം ചെയ്യുന്ന, അതായത് തൊഴിൽ കിട്ടുന്ന തൊഴിലുറപ്പ് എന്ന് പറയില്ലേ നമ്മൾ, അത് കിട്ടുന്നത് പ്രൊജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ളത്. അതുപോലെ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ദ പിക്ചർ ഓഫ് സം പ്ലാന്റ്സ് ഇൻ ദ സോളർ സിസ്റ്റം ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് പ്ലാന്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുകളിൽ അതിന്റെ ഓർഡർ വൈസ് അല്ലാതെ കുറച്ച് പ്രൊജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ പ്രത്യേകതകൾ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഏത് പ്രൊജക്റ്റാണ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്, നമുക്കറിയാം ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഏതായിരുന്നു? എർത്താണ് അല്ല. എർത്ത് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടോ, ഇവിടെ നമ്മുടെ 4ാമത്തെ അതിന്റെ നേര് നമ്മൾ എന്ത് ചെയ്യാതെ എഴുതി വയ്ക്കാം. അടുത്ത ലാർജസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ ആണ് അല്ലെ. അപ്പോൾ ജൂപ്പിറ്ററിന്റെ നേർക്ക് അത് എഴുതി. ദെൻ റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാ? മാസ് ആണ്. പിന്നെ ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ക്ലോസ് ടു ദ സൺ, സണ്ണിനായിട്ട് അടുത്തെടുക്കുന്നത് ഏതാണ്? മെർക്കുറി. ഇത് നമുക്ക് ഡാഷ് ഇട്ട് തരും, നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ഡെപ്പിക്റ്റഡ് അല്ലെ. ഇവിടെ ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, എർത്ത് എർത്ത് അതിന്റെ സ്വന്തം ആക്സിസില് കറങ്ങുന്നതിന് നമ്മൾ എന്താണ് പേര് പറയുന്നത് അല്ലെ, ഡേ അല്ലെങ്കിൽ നമുക്ക് ഡേയും നൈറ്റിനും കാരണമായിട്ടുള്ള മൂവ്മെന്റ് ഏതാണ്, ഇതെന്ന് പറയുന്നത് എന്താ, റൊട്ടേഷൻ അല്ലെ. നമുക്ക് റൊട്ടേഷൻ സ്വയം ഭൂമി എന്താ ചെയ്യുക, സ്വയം അതിന്റെ അച്ചുകൊണ്ടുള്ള അതിന്റെ ആക്സിസിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൊട്ടേഷൻ എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് രാത്രി പകലും ഉണ്ടാവുന്നത്. ദെൻ ഇവിടെ നമുക്ക് സീസൺസ് സീസൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഭൂമി സൂര്യന് ചുറ്റും, ഭൂമി എന്താ ഒരു സ്പെസിഫിക് ഓർബിറ്റിലൂടെ നമ്മുടെ സണ്ണിന് ചുറ്റും കറങ്ങുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, അതിനെ റെവല്യൂഷൻ എന്ന് പറയും. ഇത് രണ്ടിന് വ്യത്യാസമുണ്ട്. ഒന്ന് എർത്ത് എന്താ സ്വയം കറങ്ങുന്നതാണ്, അത് റൊട്ടേഷൻ ആണ്. അടുത്തത് സൂര്യന് ചുറ്റും എർത്ത് കറങ്ങുന്നത് നമ്മൾ എന്ത് പറയും, റെവല്യൂഷൻ എന്ന് പറയും. നമ്മൾ എന്താണ് അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. നോക്കാം എന്താ റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ ഈസ് എ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ് അല്ലെ. അതിന്റെ എർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമാജിനറി ആക്സിസ് സ്വയം കറങ്ങുന്നതിന് നമ്മൾ എന്തെന്ന് പറയണോ, റൊട്ടേഷൻ എന്ന് പറയാം. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർബിറ്റിലൂടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ, റെവല്യൂഷൻ എന്ന് പറയും. അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ നേരെ മനസ്സിലാക്കിയിരിക്കും. അടുത്ത് നോക്കാം. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം റീജിയൻ ഓഫ് ദ എർത്ത്. ഭൂമിയിലെ കുറച്ച് സ്ഥലങ്ങൾ, നമ്മൾ കുറേ സ്ഥലങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡെസേർട്ട് പഠിച്ചിട്ടുണ്ട്, പ്ലെയിൻ പഠിച്ചിട്ടുണ്ട്, മൗണ്ടൻ. അപ്പൊ അതിൽ കുറേ അപ്പൊ ഇവിടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് പ്ലേസിലുള്ളത്, പോളാർ റീജിയനിലുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, വെരി ലിറ്റിൽ റെയിൻഫോൾ, സ്റ്റാൻഡ് സ്റ്റോം, ഇതൊക്കെ എവിടെ ഉണ്ടാവുക നമുക്കറിയാം, അത് ഡെസേർട്ടിലാണ്. അപ്പൊ പോളാർ റീജിയൻ ആണോ, അല്ല. പിന്നെ സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡോഗ്, അതുപോലെ ഇഗ്ലൂ, ഇതൊക്കെ എവിടെ ഉണ്ടാവുക, പോളാർ റീജിയനിലാണ് അല്ലേ. ഇത് പോളാർ റീജിയനിലുള്ള സ്ഥലമാണ്. പിന്നെ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, അത് എവിടെ ഉള്ളതല്ല. അപ്പൊ പോളാർ റീജിയനിലുള്ളത് ഏതൊക്കെയാ, സ്ലെഡ്ജഡ് പുൾഡ് ബൈ ദ ഡോഗ്സ്, ഇഗ്ലൂസ്, പോളാർ ബിയർ, സീൽസ്, സ്നോയി ഓയിൽ, പിന്നെ ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, പോളാർ റീജിയന്റെ പ്രത്യേകതകൾ നമ്മൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. അടുത്തത്, റൈറ്റ് ദ 2 എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ടിവിറ്റി യു ക്യാൻ ഡു ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചസ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ രണ്ട് എൻവയോൺമെന്റിനെ കൺസർവ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന രണ്ട് ആക്ടിവിറ്റീസ് ചെയ്താലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് റീസ്റ്റോറിങ് ഫോറസ്റ്റ്, നമുക്ക് ഫോറസ്റ്റ് മരങ്ങളൊക്കെ വീണ്ടും വെച്ച് പിടിച്ച് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൺസർവിങ് വാട്ടർ ആൻഡ് എനർജി, വാട്ടറും എനർജി കൺസർവ് ചെയ്യുക. ദെൻ യൂസിങ് റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ എൻവയോൺമെന്റിനെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത നോക്കാം. ഇവിടെ കുറച്ച് ട്രാഫിക് സിഗ്നൽസ് ഇല്ലേ, നമ്മൾ സാധാരണ യാത്രയ്ക്ക് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. നോക്കൂ, ഒന്നാമത്തേത് എന്താ, സൈക്ലിംഗ് അല്ലെ. നോ സൈക്ലിംഗ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒബ്സർവ് ദ ഇൻഡിക്കേറ്റർ റിലേറ്റഡ് ടു ദ റോഡ് സേഫ്റ്റി. റോഡ് സേഫ്റ്റിയെ ബന്ധപ്പെട്ടിട്ട് നമുക്കിത് ഇതിന്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ചെയ്യാൻ, റൈറ്റ് ദ മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിവൺ റോഡ് സേഫ്റ്റി ഇൻഡിക്കേറ്റർ. ഓരോന്നിന്റെയും മീനിങ് ഏതാണ്. ഇപ്പൊ ഒന്നാമത്തേന്ന് പറയുന്നത് എന്താ, നോ സൈക്ലിംഗ്. രണ്ടെന്താ, പെഡസ്ട്രിയൻസ് നോട്ട് അലൗഡ്, എന്നാൽ കാൽനട യാത്രക്കാരെ അനുവദിക്കുന്നില്ല എന്നാണ് ഇതിനുള്ളിൽ കൊടുത്തത്. നെക്സ്റ്റ്, നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. അടുത്ത എന്താ, സ്കൂൾ അല്ലെ. ദർ ഇസ് എ സ്കൂൾ എഹെഡ്, ബി കെയർഫുൾ, സ്കൂൾ അടുത്തുണ്ടെന്നാണ് ഇതിന്റെ. നെക്സ്റ്റ് ഇതെന്താ, അല്ലെ, ദർ ഇസ് എ റെയിൽവേ ക്രോസിംഗ് എഹെഡ്, ഒരു അടുത്ത് തന്നെ ഒരു റെയിൽവേ ക്രോസിംഗ് വരുന്നുണ്ട്. ദെൻ ഏരിയ വെർ പെഡസ്ട്രിയൻസ് ക്രോസ് ദ റോഡ്, സീബ്ര ക്രോസിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നമുക്ക് കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണെന്നുള്ളത്. ദെൻ റൈറ്റ് 2 റൂൾസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ എവറിഡേ ലൈഫ്. നമുക്ക് സാധാരണ അറിയുന്നതും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ട്രാഫിക് റൂളാണ്. ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ട്രാഫിക് റൂൾസ് ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് റൈറ്റ് ആക്ട് അല്ലെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, കുട്ടികൾക്ക്
വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസം അവർക്ക് പഠിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ഇതൊക്കെ എന്തായിരുന്നു നമുക്ക് സാധാരണ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആക്റ്റും റൂൾസ് ഒക്കെയാണ്. അടുത്ത് നോക്കൂ ആക്ടിവിറ്റി 6. Neo is preparing a poster to display to spread messages of child right protection. Can you write 2 messages to be indicated in the poster to help the Neo? ന്യൂനെ ഹെൽപ്പ് ചെയ്തിട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ആ പോസ്റ്റർ. സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ്, ദെൻ സ്റ്റോപ്പ് ചൈൽഡ് ലേബർ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, 2 പോസ്റ്ററുകൾ തയ്യാറാക്കാം. Then apart from the Supreme Court and the District Court, there are various types of courts functioning in our country. Complete the hierarchy of court. നമ്മുടെ ഹോട്ടിന്റെ അല്ലെ, ഹോട്ടുകളുടെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ വിട്ടുകൊടുത്തത്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാ, സെഷൻ കോർട്ടാണ്. ദെൻ അതിന് തൊട്ടും മുകളിൽ ഡിസ്ട്രിക്ട് കോർട്ട്, ദെൻ അതിന് തൊട്ടും മുകളിൽ ഹൈക്കോർട്ട്, ദെൻ ദ സുപ്രീം കോർട്ട് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറഞ്ഞാൽ എന്താ, സുപ്രീം കോർട്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ വേൾഡ് ചൈൽഡ് റൈറ്റ് ഡേ? വേൾഡ് ചൈൽഡ് റൈറ്റ് ഡേ ആയി അന്ന് ആഘോഷിക്കുന്നത് നവംബർ 20-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 7. പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡി എൻഡേഞ്ചർ ദ സർവൈവൽ ഓഫ് ലിവിംഗ് ഓർഗാനിസം. The government implement various schemes to protect and maintain the existing water source. So read and list the given below and fill in missing information. നമ്മുടെ വെള്ളം, വാട്ടർ സോഴ്സിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോഗ്രാമുകളുടെ പ്രൊജക്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏത് ഗവൺമെന്റ് ആണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൊജക്ട് ഇനി ഞാൻ ഒഴുകട്ടെ. എന്നുള്ളത് ആര് കൊണ്ടുവന്നതാണ്, ഹരിത കേരള മിഷൻ ആണ്. ദെൻ മാലിന്യമുക്ത നവ കേരളം എന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ദെൻ ജീവൻ മിഷൻ കൊണ്ടുവന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. തെളിനീരൊഴുക്കം നവകേരളം എന്നുള്ളത് കൊണ്ടുവന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. Only a very small amount of the world total water supply is fresh water. ലോകത്തിലുള്ള നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ശുദ്ധമായ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. Then it is the responsibility of each of us to conserve this precious water. അതുകൊണ്ട് ഓരോ വെള്ളത്തെയും നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് അല്ലേ. Then what are the various methods that can be adopted to ensure water conservation? വാട്ടർ കൺസർവേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്സ് ഏതൊക്കെയാണ്, കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റെയിൻ പിറ്റ്സ്, ബൺസ്, മൾച്ചിങ് etc. There are 2 main monsoons seasons in Kerala. Which are they? South west monsoon or കാലവർഷം, then north east monsoon or